ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 28. ദൈവത്തെ സ്നേഹിക്കുകയും അവനിൽ ചാരുകയും ചെയ്യുക. റൂത്തോ അവളോട് പറ്റി നിന്നു. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം. സുനിൽ തമാശക്കാരനും മിടുക്കനും എല്ലാവരുടെയും സ്നേഹഭാജനവുമായിരുന്നു. എന്നാൽ അവൻ രഹസ്യമായി വിഷാദരോഗത്തോട് പോരാടുകയായിരുന്നു. 15-ാമത്തെ വയസ്സിൽ അവൻ ആത്മഹത്യ ചെയ്തതിനു ശേഷം അവൻ്റെ അമ്മ പ്രതിഭ അവനെക്കുറിച്ച് പറഞ്ഞു, അവനെ പോലെ ഇത്രയധികം മിടുക്കനും എല്ലാവരും ഇഷ്ടപ്പെടുന്നവനുമായ ഒരാൾ എങ്ങനെ ആ അവസ്ഥയിലേക്ക് വരുമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. സുനിൽ ആത്മഹത്യയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. പ്രതിഭയ്ക്ക് നിശബ്ദമായി തൻ്റെ സങ്കടം ദൈവത്തോട് പകരുന്ന നിമിഷങ്ങളുണ്ട്. ആത്മഹത്യയ്ക്ക് ശേഷമുള്ള അഗാധമായ ദുഃഖം തികച്ചും വ്യത്യസ്തമായ ദുഃഖത്തിൻ്റെ തലമാണെന്ന് അവൾ പറയുന്നു. എന്നിട്ടും അവളും അവളുടെ കുടുംബവും ശക്തിക്കായി ദൈവത്തിലും മറ്റുള്ളവരിലും ചാരുവാൻ പഠിച്ചു. ഇപ്പോൾ അവർ വിഷാദരോഗത്തിൻ്റെ പിടിയിലായിരിക്കുന്ന മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവരുടെ സമയം ഉപയോഗിക്കുന്നു. പ്രതിഭയുടെ മുദ്രാവാക്യം സ്നേഹിക്കുകയും ചാരുകയും എന്നതായി മാറി. രൂത്തിന്റെ പഴയ നിയമ കഥയിലും ഈ ആശയം കാണാം. നൊവോമിക്ക് അവളുടെ ഭർത്താവിനെയും 2 ആൺമക്കളെയും നഷ്ടപ്പെട്ടു. അവരിൽ ഒരാൾ റൂത്തിനെയാണ് വിവാഹം കഴിച്ചത്. കയ്പും വിഷാദവും കൊണ്ട് നിറഞ്ഞ നൊവോമി അവളെ പരിപാലിക്കാൻ കഴിയുന്ന അമ്മയുടെ കുടുംബത്തിലേക്ക് മടങ്ങാൻ റൂത്തിനെ പ്രേരിപ്പിച്ചു. റൂത്താകട്ടെ ദുഃഖിതയാണെങ്കിലും അമ്മായിയമ്മയോട് പറ്റി നിന്നു. അവളോടൊപ്പം താമസിക്കാനും അവളെ പരിപാലിക്കാനും പ്രതിജ്ഞ ചെയ്തു. അവർ നൊവോമിയുടെ മാതൃരാജ്യമായ ബേത്ലഹേമിലേക്ക് മടങ്ങി. അവിടെ റൂത്ത് ഒരു വിദേശിയായിരുന്നു. എന്നാൽ അവർക്ക് സ്നേഹിക്കാനും ചാരുവാനും പരസ്പരമുണ്ടായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി കരുതി. നമ്മുടെ ദുഃഖസമയത്ത് ദൈവസ്നേഹം സ്ഥിരമായി നിലകൊള്ളുന്നു. നമുക്ക് ചാരുവാൻ അവനെപ്പോഴും നമുക്ക് വേണ്ടി ഉള്ളതുപോലെ നാം ദൈവത്തിൻ്റെ ശക്തിയിൽ മറ്റുള്ളവരിൽ ആശ്രയിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുക, നിങ്ങളുടെ ദുഃഖസമയങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആർക്കൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ പിന്തുണ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിന് മഹത്വം.